നമ്മളെവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രോപ്പർട്ടീസ് മൾട്ടിപ്ലിക്കേഷന്റെ കഴിഞ്ഞില്ലേ? ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഓവർ അഡീഷനും സബ്ട്രാക്ഷനും കഴിഞ്ഞു. പിന്നെ എല്ലാവരോടും കൂടി പറയാണ്, ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് ഇതിൽ വരുന്ന പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന പ്രോബ്ലംസ് ആയിരിക്കും. ജസ്റ്റ് വെറുതെ ഒന്ന് ചെയ്ത് നോക്കാൻ മാത്രമുള്ള ഒരു പ്രോബ്ലം ആയിരിക്കും. കാരണം ഇതില് പ്രോപ്പർട്ടീസിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. അതായത് ഹോൾ നമ്പേഴ്സിന്റെ ഏതൊക്കെ പ്രോപ്പർട്ടീസ്, ഹോൾ നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോഴും സബ്ട്രാക്ട് ചെയ്യുമ്പോഴും മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും ഡിവൈഡ് ചെയ്യുമ്പോഴും ഉള്ള പ്രോപ്പർട്ടീസ്. ആ പ്രോപ്പർട്ടീസ് ആണ് നിങ്ങൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത്. പിന്നെ പഠിക്കേണ്ടത് പ്രോപ്പർട്ടീസിന്റെ ആപ്ലിക്കേഷൻ. അതായത് ഇപ്പൊ ഒരു ഇക്വേഷൻ കണ്ടു കഴിഞ്ഞാൽ അവിടെ ഏത് പ്രോപ്പർട്ടിയാണ് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ ഒരു വേർഡ് പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാല് ആ പ്രോബ്ലം ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ, അതായത് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് സോൾവ് ചെയ്യാൻ നമുക്ക് ഏത് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം, അതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് പഠിക്കുന്നത്. അല്ലാതെ ഇതിൽ പ്രോബ്ലം കാര്യമായിട്ട് പഠിക്കാനൊന്നുമില്ല, പുതിയതായിട്ടൊന്നും പ്രോബ്ലം പഠിക്കാനില്ല. ഓക്കെ, അതുകൊണ്ട് ഇതിലത്തെ പ്രോബ്ലംസ് ഒന്നും ഞാൻ മെയിൻ ആയിട്ട് പറഞ്ഞു തരുന്നില്ല, പ്രോപ്പർട്ടീസ് മാത്രമേ പറയുന്നുള്ളൂ. പ്രോബ്ലം ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന പ്രോബ്ലംസ് തന്നെയായിരിക്കും, ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ച തന്നെയായിരിക്കും. പക്ഷെ അതിന്റെ ആപ്ലിക്കേഷൻ ആണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് നമുക്ക് പ്രോബ്ലം ചെയ്ത് സമയം കളയണ്ടല്ലോ വെറുതെ, പ്രോപ്പർട്ടീസ് പഠിച്ചാൽ പോരെ. പിന്നെ പ്രോപ്പർട്ടീസ് പഠിക്കുമ്പോൾ ബൈ ഹാർട്ട് ആയിട്ട് തെറവായിട്ട് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ കണ്ടാൽ ഒരു അഡീഷൻ ഫാക്ട് അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ ഫാക്ട് തന്നു കഴിഞ്ഞാൽ അവിടെ ഏത് പ്രോപ്പർട്ടിയാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, ഇപ്പൊ ഞാൻ ജസ്റ്റ് ഇപ്പൊ ഒന്ന് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഓക്കെ, ഇവിടെ ഇപ്പോ 23 into 5 plus 2 is equal to 23 into 5 plus 23 into 2. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇവിടെ ഏതാ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തതെന്ന് ചോദിച്ചാല് ഒറ്റ നോട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റണം. എന്താ? ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഓവർ അഡിഷൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പ്രോപ്പർട്ടിയാണ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഏതാ? ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഓവർ അഡിഷൻ. നേരെ അതിന് പകരം ഇവിടെ മൈനസ് ആണെങ്കിലോ, ഇവിടെ മൈനസ് ആണെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഓഫ് subtraction over addition. Sorry, distributive property of multiplication over subtraction. അപ്പൊ ഇങ്ങനെ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാല് അവിടെ ഏത് പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്തിരിക്കുന്നതെന്ന് അപ്ലൈ ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റണം. അതിനെന്താ ചെയ്യണ്ടേ? പ്രോപ്പർട്ടീസ് എല്ലാം ബൈ ഹാർട്ട് ആയിട്ട് തെറവായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. അപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ 2 ക്ലാസ് മുന്നേ ഒരു ചാർട്ട് നിങ്ങൾക്ക് ആക്കി തന്നിട്ടുണ്ടായിരുന്നു പ്രോപ്പർട്ടീസിന്റെ, അല്ലെ? അത് എഴുതി തരുമ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ചാപ്റ്റർ കഴിയുമ്പോഴേക്കും മൾട്ടിപ്ലിക്കേഷന്റെയും ഡിവിഷന്റെയും കൂടി മൾട്ടിപ്ലിക്കേഷന്റെയും ഡിവിഷന്റെയും കൂടി അതിനോടുകൂടി ആഡ് ചെയ്യണം ആ ചാർട്ടിലേക്ക്. അതായത് കോമൺ ആയിട്ട് വരുന്ന പ്രോപ്പർട്ടീസ് ഒക്കെ ആ ചാർട്ടിലേക്ക് ആഡ് ചെയ്യണം. അപ്പൊ ഡിവിഷനും കൂടി കഴിഞ്ഞിട്ട് ആ ചാർട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ട് എനിക്കൊന്ന് അയച്ചു തരണം. ഓക്കെ, അപ്പൊ നമുക്കിപ്പോ പ്രോപ്പർട്ടീസ് ഓഫ് ഡിവിഷൻ നോക്കാം. പേജ് നമ്പർ 37. പേജ് നമ്പർ 37. ഫസ്റ്റ് വൺ, എല്ലാ ബാക്കി 3 എണ്ണത്തിലും പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് വൺ ക്ലോഷർ പ്രോപ്പർട്ടി. പിന്നെ ഞാൻ പറയുന്നു, ഒന്നുകൂടി ഓർമ്മിപ്പിക്കാൻ വേണ്ടി, പ്രോപ്പർട്ടീസ് അഡിഷന്റെയും മൾട്ടിപ്ലിക്കേഷന്റെയും ഏകദേശം ഒരുപോലെ ആയിരിക്കും.
ഡിവിഷന്റെയും സബ്ട്രാക്ഷന്റെയും പ്രോപ്പർട്ടീസ് ഏകദേശം ഒരുപോലെ ആയിരിക്കും. ഓക്കെ, അതെന്തുകൊണ്ടാ? കണ്ടിന്യൂസ് അഡിഷൻ ആണ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ മൾട്ടിപ്ലിക്കേഷനും അഡിഷനും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. അതുപോലെ കണ്ടിന്യൂസ് സബ്ട്രാക്ഷൻ അപ് ടു 0 അതാണ് എന്ത് പറയുന്നത്? ഡിവിഷൻ എന്ന് പറയുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് സബ്ട്രാക്ട് ചെയ്ത് വരുന്ന പ്രോസസ് 0 എത്തുന്നത് വരെ ഒരു നമ്പർ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് സബ്ട്രാക്ട് ചെയ്ത് വരുന്നതിനാണ് നമ്മൾ ഡിവിഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഡിവിഷനും സബ്ട്രാക്ഷനും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ആ രണ്ടെണ്ണത്തിന്റെയും പ്രോപ്പർട്ടീസ് ഏകദേശം സെയിം ആയിരിക്കും. അഡിഷന്റെയും മൾട്ടിപ്ലിക്കേഷന്റെയും പ്രോപ്പർട്ടീസ് ഏകദേശം സെയിം ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ ഫസ്റ്റ് വൺ ക്ലോഷർ പ്രോപ്പർട്ടി. ക്ലോഷർ പ്രോപ്പർട്ടി എന്താ? ക്ലോഷർ പ്രോപ്പർട്ടി സബ്ട്രാക്ഷന്റെ ക്ലോഷർ പ്രോപ്പർട്ടി എന്തായിരുന്നു? The difference of two whole numbers is not always a whole number. രണ്ട് whole numbersന്റെ ഡിഫറൻസ് എപ്പോഴും ഒരു whole number തന്നെ ആവണമെന്നില്ല. അതാണ് ഡിഫറൻസിന്റെ സബ്ട്രാക്ഷന്റെ ക്ലോഷർ പ്രോപ്പർട്ടി. സെയിം തന്നെയാണ് ഡിവിഷനും വരുന്നത്. ഫസ്റ്റ് വൺ നോക്കിയേ. The quotient of two whole numbers when one is divided by the other is not always a whole number. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. ക്ലോഷർ പ്രോപ്പർട്ടിന്റെ അവിടെ 1 നമ്പർ ചെയ്യാ, എന്നിട്ട് ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചു. ക്ലോഷർ പ്രോപ്പർട്ടി 1 എഴുതുക, എന്നിട്ട് ഫസ്റ്റ് സെന്റൻസ് the quotient of two whole numbers when one is divided by the other is not always a whole number. എന്താ ഫസ്റ്റ് പ്രോപ്പർട്ടി പറയുന്നത്? രണ്ട് നമ്പേഴ്സ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ക്വോഷ്യൻ എപ്പോഴും ഒരു ഹോൾ നമ്പർ തന്നെ ആവണമെന്നില്ല. വൈ? എന്തുകൊണ്ടാ? നിങ്ങൾ പോയിന്റ് ഇട്ട് ഡിവൈഡ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടോ? റിമൈൻഡർ വരുന്ന സമയത്ത് 0 ആഡ് ചെയ്തിട്ട് പോയിന്റ് ഇട്ട് ഡിവൈഡ് ചെയ്യാൻ അറിയില്ലേ? ഓക്കെ, അങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്വോഷ്യന്റ് എന്ത് കിട്ടും? ഡെസിമൽസ് ആയിട്ട് കിട്ടും. ഡെസിമൽസ് എന്ന് വെച്ചാല് പോയിന്റ് ഇട്ടിട്ട് എഴുതുന്ന നമ്പേഴ്സ്. അതായത് ഇപ്പോ 10/4 നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഓക്കെ, 10 പറയുന്നത് ഒരു ഹോൾ നമ്പർ ആണ്. 10 divided by 4 അല്ലെ? അപ്പൊ ഈ 10നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 10ൽ 4 2 ടൈംസ് പോകും. 2 × 4 8. സബ്ട്രാക്ട് ചെയ്താൽ 2. ഇനി ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല റിമൈൻഡർ. ബട്ട് നമ്മൾ ഇവിടെ ഒരു പോയിന്റ് ഇട്ടിട്ട് ഇവിടെ ഒരു 0 ആഡ് ചെയ്യുന്നു. അപ്പൊ 20ൽ 4 5 ടൈംസ് പോകും. 5 × 4 20. റിമൈൻഡർ 0. അപ്പൊ നമുക്ക് 10 ഡിവൈഡഡ് ബൈ 4 എന്നതിന്റെ ആൻസർ നമുക്ക് എത്ര കിട്ടുന്നു? 2.5 അല്ലെ? 10 എന്ന് പറയുന്നത് ഹോൾ നമ്പർ ആണ്, 4 എന്ന് പറയുന്നത് ഹോൾ നമ്പർ ആണ്. പക്ഷെ നമുക്ക് കിട്ടുന്ന ഫ്രാക്ഷൻ കിട്ടുന്ന ക്വോഷ്യൻ 2.5 എന്ന് പറയുന്നത് ഒരു ഹോൾ നമ്പർ ആണോ? അല്ല. കാരണം ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞാല് 0 1 2 3 4 5 6 7 8 ഇങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ ഹോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതിൽ പോയിന്റ് ഇടക്ക് വരുന്നില്ല. ഓക്കെ, അപ്പോ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? രണ്ട് ഹോൾ നമ്പേഴ്സ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ക്വോഷ്യൻ എപ്പോഴും ഒരു ഹോൾ നമ്പർ തന്നെ ആവണമെന്നില്ല. Sometimes we get the decimals. ചില സമയത്ത് നമുക്ക് പോയിന്റ് ഇട്ടിട്ടുള്ള ക്വോഷ്യന്റ് കിട്ടും. So whole numbers are not closed under division. സബ്ട്രാക്ഷനിൽ നമ്മൾ അതുപോലെ തന്നെയല്ലേ പറഞ്ഞേ? രണ്ട് നമ്പേഴ്സ് സബ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ സബ്ട്രാക്ട് ചെയ്താൽ എപ്പോഴും ഹോൾ നമ്പർ തന്നെ കിട്ടും. എന്നാൽ ചെറിയ നമ്പറിൽ നിന്ന് നമ്മൾ വലിയ നമ്പർ മൈനസ് ചെയ്യുമ്പോൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ
we don't get a whole number. കാരണം സീറോനേക്കാളും ചെറിയ നമ്പർ നമുക്ക് കിട്ടുക. സീറോനേക്കാളും ചെറിയ വാല്യൂ ഉള്ള നമ്പർ ആയിരിക്കും നമുക്ക് ഡിഫറൻസ് ആയിട്ട് കിട്ടുന്നത്. That is not a whole number. Then second property, commutative property. Commutative property says that division is not commutative for whole numbers. Non-zero whole numbers ആണ്. ഡിവിഷന്റെ കേസിൽ നമ്മൾ സീറോ കൺസിഡർ ചെയ്യില്ല. കാരണം സീറോ കൊണ്ട് നമുക്ക് ഒന്നിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല അല്ലെ. സോറി, സീറോ കൊണ്ട് ഡിവൈഡ് ചെയ്യാം, സീറോനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണോ? അല്ല, മാറിപ്പോയി. സീറോനെ കൊണ്ട് നമുക്ക് ഒന്നിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, സീറോയെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അതുകൊണ്ട് മിക്കവാറും ഡിവിഷന്റെ കേസിൽ നമുക്ക് സീറോനെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഹിയർ ഡിവിഷൻ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ് ഫോർ നോൺ സീറോ ഹോൾ നമ്പേഴ്സ്. സീറോ അല്ലാത്ത ഹോൾ നമ്പേഴ്സിന് ഡിവിഷൻ കമ്മ്യൂട്ടേറ്റീവ് അല്ല. കമ്മ്യൂട്ടേറ്റീവ് എന്ന് വെച്ചാൽ എന്താ? ഫസ്റ്റ് നമ്മൾ പഠിച്ചത് അഡീഷന്റെ കേസിൽ ടു നമ്പേഴ്സ് ക്യാൻ ബി ആഡഡ് ഇൻ എനി ഓർഡർ. ഏത് ഓർഡറിൽ വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. സബ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരെ ഓപ്പോസിറ്റ് പഠിച്ചു. വി കാനോട്ട് ആഡ് ടു നമ്പേഴ്സ് ഇൻ എനി ഓർഡർ. രണ്ട് നമ്പേഴ്സ് ഏത് ഓർഡറിൽ വേണമെങ്കിലും നമുക്ക് ആഡ് സബ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല, കാരണം ആൻസർ ഡിഫറെന്റ് ആയിരിക്കും. മൾട്ടിപ്ലിക്കേഷന്റെ കേസിൽ നമ്മൾ പഠിച്ചു ടു നമ്പേഴ്സ് ക്യാൻ ബി മൾട്ടിപ്ലൈഡ് ഇൻ എനി ഓർഡർ. രണ്ട് നമ്പേഴ്സ് നമുക്ക് ഏത് ഓർഡറിൽ വേണമെങ്കിലും മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും, ആൻസർ ഒന്ന് തന്നെ ആയിരിക്കും. ഡിവിഷന്റെ കേസിലേക്ക് വരുമ്പോഴോ ടു നമ്പേഴ്സ് cannot be divided in any order. 10/4 എന്ന് പറയുന്നതും 4/10 എന്ന് പറയുന്നതും ആൻസർ ഡിഫറെന്റ് ആണ് അല്ലെ. 10/4 നമ്മൾ ഇപ്പൊ ചെയ്തു, 10/4 ഇപ്പൊ ചെയ്തു. എത്ര ആൻസർ കിട്ടി? 2/5 എന്ന് കിട്ടി. ഇനി 4/10 ആണെങ്കിലോ 4 ഡിവൈഡഡ് ബൈ 10 ആണെങ്കിലോ സീറോയില് പോയില്ല, അപ്പൊ ഇവിടെ സീറോ ഇട്ടു, ഒരു പോയിന്റ് ഇട്ടു. 40, 40ല് 10, 4 ടൈംസ് 4 into 10, 40, റിമൈൻഡർ 0. അപ്പോ 4 ഡിവൈഡഡ് ബൈ 10 എന്ന് പറയുന്നത് ആൻസർ 0.4. 10 divided by 4 എന്ന് പറയുന്നതോ 10 divided by 4 എന്ന് പറയുന്നത് 2.5. 4 divided by 10 എന്ന് പറയുന്നത് 0.4. ഇനി മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിലോ 10 into 4 എന്ന് പറയുന്നത് 40, 4 into 10 എന്ന് പറയുന്നത് 40. That is, division is not commutative for non-zero whole numbers. Division എന്ന് പറയുന്നത് ഹോൾ നമ്പേഴ്സിന്റെ കേസിൽ കമ്മ്യൂട്ടേറ്റീവ് അല്ല. ദാറ്റ് മീൻസ് നമുക്ക് രണ്ട് നമ്പേഴ്സ് ഏത് ഓർഡറിൽ വേണമെങ്കിലും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ക്വസ്റ്റ്യൻ, കിട്ടുന്ന ആൻസർ ഡിഫറെന്റ് ആയിരിക്കും. ദാറ്റ് ഈസ് സെക്കൻഡ് പ്രോപ്പർട്ടി. നെക്സ്റ്റ് തേർഡ് വൺ, അസോസിയേറ്റീവ് ലോ. നമ്മൾ മൾട്ടിപ്ലിക്കേഷന്റെ കേസിൽ പോസിറ്റീവ് ആയിട്ട് പറഞ്ഞ എല്ലാ ലോയും ഡിവിഷന്റെ കേസിൽ നെഗറ്റീവ് ആയിരിക്കും, നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, അസോസിയേറ്റീവ് ലോ എന്ന് വെച്ചത് മൾട്ടിപ്ലിക്കേഷന്റെ കേസിൽ പോസിറ്റീവ് ആണ്. അതായത് നമുക്ക് മൂന്നോ അതിലധികമോ നമ്പേഴ്സ് ഏത് ഓർഡറിൽ വേണമെങ്കിലും ഗ്രൂപ്പ് ചെയ്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഡിവിഷൻ വി കനോട്ട് ഡിവൈഡ് three or more numbers by grouping them in any order. നമുക്ക് ഏത് ഓർഡറിൽ വേണമെങ്കിലും ഗ്രൂപ്പ് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാ? കിട്ടുന്ന ആൻസർ ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, സബ്ട്രാക്ഷന്റെ കേസിൽ നമ്മൾ അങ്ങനെയല്ലേ പറഞ്ഞേ. സബ്ട്രാക്ടിന്റെ കേസിൽ നമുക്ക് ഏത് ഓർഡറിൽ വേണമെങ്കിലും സബ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല, തന്നിരിക്കുന്ന അതേ ഓർഡറിൽ തന്നെ വേണം ചെയ്യാൻ. അതുപോലെ തന്നെയാണ് ഡിവിഷന്റെ കേസിലോ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എല്ലാവർക്കും കിട്ടുന്ന ആൻസർ ഡിഫറെന്റ് ആയിരിക്കും. തന്നിരിക്കുന്ന ഓർഡറിൽ തന്നെ ഡിവൈഡ് ചെയ്യാം.
Okay. Next, ഇതൊക്കെ അണ്ടർലൈൻ ചെയ്യുന്നുണ്ടോ? ഫസ്റ്റ് പ്രോപ്പർട്ടി ക്ലോഷർ പ്രോപ്പർട്ടി അണ്ടർലൈൻ ചെയ്ത് വെച്ചു. സെക്കൻഡ് വൺ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി, അതിന് നമ്പർ ചെയ്തിട്ട് അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചു. ഡിവിഷൻ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ് ഫോർ നോൺ സീറോ ഹോൾ നമ്പേഴ്സ്. If a and b are whole numbers, then a divided by b not equal to b divided by a. അതിന് കുറച്ച് കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട് അല്ലേ? a not equal to b, a not equal to 0, b not equal to 0. എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? a by b, b by a രണ്ടും സെയിം നമ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് 1 തന്നെ കിട്ടും അല്ലേ? ഒരു നമ്പറിനെ അതേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 1 അല്ലേ കിട്ടുക? 10നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 കിട്ടും. 15നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 കിട്ടും. അപ്പോ എയും ബിയും ഈക്വൽ നമ്പേഴ്സ് ആണെങ്കിൽ, ഒരേ നമ്പേഴ്സ് ആണെങ്കിൽ ഈ പ്രോപ്പർട്ടി അപ്ലിക്കബിൾ ആയിരിക്കും. എ ബൈ ബി എന്ന് പറയുന്നതും ബി ബൈ എ എന്ന് പറയുന്നതും സെയിം ആയിരിക്കും. അപ്പൊ നമ്മൾ കോമൺ ആയിട്ട് പ്രോപ്പർട്ടീസ് ഓഫ് ഡിവിഷൻ പറയുന്ന സമയത്ത് ഡിവിഷൻ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ് എന്നേ പറയുള്ളൂ. Under what condition? B, A not equal to B. A യും B യും ഈക്വൽ ആവാൻ പാടില്ല. A not equal to 0, B not equal to 0. A യോ B യോ 0 ആവാനും പാടില്ല. അതുകൊണ്ടാണ് നോൺ സീറോ ഹോൾ നമ്പേഴ്സ് എന്ന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ. Then third one associative law. അണ്ടർലൈൻ ചെയ്ത് വെച്ചു. associative law. Division is not associative for whole numbers. If A, B, C are whole numbers, then A divided by B divided by C not equal to A divided by B divided by C. A യും B യും C യും നോൺ സീറോ നമ്പേഴ്സ് ആയിരിക്കണം. അതാണ് അതിന്റെ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. A not equal to B, sorry, B not equal to 0, C not equal to 0. 0 ആയിരിക്കരുത് ഈ നമ്പേഴ്സ് ഒന്നും. Next, fourth one, division by 1. അത് പ്രത്യേകിച്ച് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. Any whole number divided by 1 gives the quotient as the number itself. ഏതൊരു നമ്പറിനെയും, ചെറിയ നമ്പർ ആയിക്കോട്ടെ വലിയ നമ്പർ ആയിക്കോട്ടെ, ഏതൊരു നമ്പറിനെയും 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്തായിരിക്കും quotient കിട്ടുക? That number itself. അല്ലെ? ഏത് നമ്പറിനെയും നമ്മൾ 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അതേ നമ്പർ തന്നെയായിരിക്കും കിട്ടുക. That is the fourth property. Underline ചെയ്തു വെച്ചോ, division by 1. Division by 1. Any whole number divided by 1 gives the quotient as the number itself. ഏതൊരു നമ്പറിനെ നമ്മൾ 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അതേ നമ്പർ തന്നെയായിരിക്കും അതിന്റെ quotient ആയിട്ട് കിട്ടുന്നത്. അതിന്റെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് തൊട്ടടുത്ത്. പേജ് നമ്പർ 38. അതിനകത്ത് കണ്ടോ, നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് മൾട്ടിപ്ലിക്കേഷന്റെ ജസ്റ്റ് റിവേഴ്സ് പ്രോസസ് ആണ് ഡിവിഷൻ. ആദ്യം തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ലെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് അറിയാലോ. അത് മൾട്ടിപ്ലിക്കേഷന്റെ ജസ്റ്റ് റിവേഴ്സ് പ്രോസസ് ആണ് ഡിവിഷൻ. അതേപോലെ അഡിഷന്റെ ജസ്റ്റ് റിവേഴ്സ് ആണ് സബ്ട്രാക്ഷൻ. സോ ഹിയർ 1 into 2 is equal to 2. 1 into 2 is equal to 2. Therefore 2 divided by 1 is equal to 2. കൊണ്ട് എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത്. അതിൽ ആദ്യത്തെ എക്സാമ്പിൾ നിങ്ങൾ നോക്കണ്ട, ആ ഡിവിഷന്റെ മാത്രം നോക്കിയാൽ മതി. 2 divided by 1 is equal to 2. 31 divided by 1 is equal to 31. 0 divided by 1 is equal to 0. 1 divided by 1 is equal to 1. That means if we divide any number by 1, we get the number as the quotient. ഏത് നമ്പറിനെയും 0 ആയിക്കോട്ടെ, 1 ആയിക്കോട്ടെ, 2 ആയിക്കോട്ടെ, 3 ആയിക്കോട്ടെ, 100 ആയിക്കോട്ടെ, 1000 ആയിക്കോട്ടെ, 10,000, lakh, 10 lakh, crore, 10 crore, billion, million, ഏത് വേണമെങ്കിലും ആയിക്കോട്ടെ, 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ we get that number itself as the quotient. എത്ര വലിയ നമ്പർ ആയിക്കോട്ടെ,
ബില്യൺ, ട്രില്യൺ, മില്യൺ ഇതൊക്കെ കേട്ടിട്ടില്ലേ? ക്രോറിന് മേലെയുള്ള നമ്പേഴ്സ് അതൊക്കെ. അപ്പോ അതിനെ വരെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് അതേ നമ്പർ തന്നെയാ കിട്ടാം. നെക്സ്റ്റ് ഫിഫ്ത് വൺ, ഡിവിഷൻ ബൈ എ നമ്പർ ഇറ്റ്സെൽഫ്. അണ്ടർലൈൻ ചെയ്ത് വെച്ചു, ഡിവിഷൻ ബൈ എ നമ്പർ ഇറ്റ്സെൽഫ്. എന്താ പ്രോപ്പർട്ടി പറയുന്നത്? ഡിവിഷൻ ബൈ എ നമ്പർ ഇറ്റ്സെൽഫ്. ഏത് നമ്പറിനെയും അതേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്താല് എന്തായിരിക്കും ആൻസർ കിട്ടുക? 1. ഏത് നമ്പറിനെയും അതേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താല് we get the quotient as 1. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോപ്പർട്ടിന്ന് തന്നെ ഈ പ്രോപ്പർട്ടിയും കൂടി നമുക്ക് പറയാം. (56 divided by 2) sorry 56 divided by 1 is equal to 56 അല്ലേ? 56 divided by 1 is equal to 56. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോപ്പർട്ടി. ഏതൊരു നമ്പറിനെയും 1 കൊണ്ട് ഡിവൈഡ് ചെയ്താല് അതേ നമ്പർ തന്നെയായിരിക്കും ക്വസ്റ്റ്യൻ ആയിട്ട് കിട്ടാം. ഇതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ എന്താ? 56 into 1 is equal to 56. ഈ ഒരു മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടറിൽ നിന്നാണ് ഈ ഒരു ഡിവിഷൻ ഫാക്ടർ ഉണ്ടായിരിക്കുന്നത്. അതായത് 56 into 1 is equal to 56. ഇനി ഈ 56നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്താല് നമുക്ക് ഈ 56 ആൻസർ കിട്ടും. അതാണ് ഈ ഒരു ഡിവിഷൻ ഫാക്ടർ പറയുന്നത്. ഇനി ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് 56 divided by 56 is equal to 1. 56 divided by 56 is equal to 1. അതായത് ഈ 56നെ ഈ 56 കൊണ്ട് ഡിവൈഡ് ചെയ്താല് ഈ 1 ആൻസർ കിട്ടും. അതാണ് രണ്ടാമത്തെ ഡിവിഷൻ ഫാക്ടർ. ഇതാണ് നെക്സ്റ്റ് പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ പറയുന്നത്. ഏത് നമ്പറിനെയോ അതേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 1 ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ ഒറ്റൊരു മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ വെച്ചുകൊണ്ട് രണ്ട് പ്രോപ്പർട്ടീസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഡിവിഷൻ ബൈ 1ഉം ഡിവിഷൻ ബൈ എ നമ്പർ ഇറ്റ്സെൽഫ്. ഓക്കെ, അപ്പൊ രണ്ട് പ്രോപ്പർട്ടീസ് മനസ്സിലായല്ലോ. ഏതൊക്കെയായിരുന്നു നമ്മൾ ഇന്ന് പറഞ്ഞ പ്രോപ്പർട്ടീസ്? ഫസ്റ്റ് വൺ ക്ലോഷർ പ്രോപ്പർട്ടി. എന്താ ക്ലോഷർ പ്രോപ്പർട്ടി? The quotient of two whole numbers when one is divided by the other is not always a whole number. നമ്മൾ ഒരു ഹോൾ നമ്പറിനെ വേറൊരു ഹോൾ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ഹോൾ നമ്പർ തന്നെ ആൻസർ ആയിട്ട് കിട്ടണമെന്നില്ല. സെക്കൻഡ് വൺ, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. Division is not commutative for non-zero whole numbers. That means we cannot divide two numbers in any order. The quotient will be different. രണ്ട് നമ്പേഴ്സിനെ നമ്മൾ രണ്ട് ഓർഡറിൽ ഡിവൈഡ് ചെയ്യുമ്പോഴും രണ്ട് ആൻസർ ആയിരിക്കും, രണ്ട് ക്വസ്റ്റ്യൻ ആയിരിക്കും കിട്ടുക. ദാറ്റ് ഈസ് ദി സെക്കൻഡ് പ്രോപ്പർട്ടി. നെക്സ്റ്റ് തേർഡ് വൺ, അസോസിയേറ്റീവ് ലോ. ഈ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയുടെ ഒരു എക്സ്റ്റൻഷൻ ആണ് അസോസിയേറ്റീവ് ലോ എന്ന് പറയുന്നത്. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയിൽ നമ്മൾ രണ്ട് നമ്പേഴ്സ് മാത്രം പറയുന്നു. അസോസിയേറ്റീവ് ലോയിൽ എന്ന് പറയുന്നു മൂന്നും അതിൽ കൂടുതലും. ഓക്കെ, അപ്പൊ അസോസിയേറ്റീവ് ലോ എന്താ പറയുന്നത്? ഡിവിഷൻ ഈസ് നോട്ട് അസോസിയേറ്റീവ് ഫോർ ഹോൾ നമ്പേഴ്സ്. ദാറ്റ് മീൻസ് വി cannot divide 3 or more numbers in any order by grouping them. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഗ്രൂപ്പ് ചെയ്തുകൊണ്ട് മൂന്നോ അതിലധികമോ നമ്പേഴ്സ് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഈസ് അസോസിയേറ്റീവ് ലോ. നെക്സ്റ്റ്, division by 1. When we divide a number by 1,
its quotient will be the number itself. Number നമ്മൾ ഏത് നമ്പറിനെ ഒരു ഹോൾ നമ്പറിനെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിന് കിട്ടുന്ന കോഷ്യന്റ് അതേ നമ്പർ തന്നെ ആയിരിക്കും. Okay, then next property, division by a number itself. ഒരു നമ്പറിനെ അതേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് we get the quotient as 1. Okay, അപ്പൊ നമ്മൾ ഇന്ന് എത്ര പ്രോപ്പർട്ടി പഠിച്ചു? 5 പ്രോപ്പർട്ടി പഠിച്ചു. ഇന്നത്തെ ഹോംവർക്ക് വേണ്ടേ? പേജ് നമ്പർ 37. പേജ് നമ്പർ 37. അതിലെ 10, 11, 12 3 ക്വസ്റ്റ്യൻ. പേജ് നമ്പർ 37, 10, 11, 12. അത് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. എന്നിട്ട് എളുപ്പത്തിൽ നിങ്ങൾക്ക് പ്രോപ്പർട്ടി ഏതെങ്കിലും പ്രോപ്പർട്ടി വെച്ചിട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, ഇല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ചെയ്ത് കണ്ടുപിടിച്ചാലും മതി. പിന്നെ ഡയറക്റ്റ് ആയിട്ട് ചെയ്ത് കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഏതാ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് അതിന്റെ കൂടെ ഒന്ന് എഴുതി വെച്ചു. മൾട്ടിപ്ലിക്കേഷൻ കുറച്ച് ഈസി ആയിക്കോട്ടെ ഇത് ചെയ്തിട്ട്. ഓക്കെ, അപ്പൊ ആ 3 ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. എന്താ അതിരാ? ഏതൊക്കെ ക്വസ്റ്റ്യനാ മിസ്സേ? 10, 11, 12. വേറെ ഏതെങ്കിലും ഉണ്ടോ? ഇല്ല, അത് 3 മാത്രം മതി. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക, എന്നിട്ട് അതിന്റെ ആൻസർ കണ്ടുപിടിക്കാം. കിട്ടുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചു എനിക്ക്. അപ്പൊ ഇന്നലെ മിസ് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ? ഇപ്പൊ തന്നെ ചെയ്യണേ. ചെയ്ത് കഴിഞ്ഞിട്ട് അവിടുന്ന് എഴുന്നേറ്റാ മതി. എന്താ ശ്രീ വിഷ്ണു? മിസ്സേ പിന്നുണ്ടല്ലോ, ഈ 10ാമത്തെ ക്വസ്റ്റ്യനില് ഒരു ഡ്രമ്മിന്റെ കപ്പാസിറ്റി അല്ലേ 725 ലിറ്റേഴ്സ് അല്ലേ? അതെ, ഒരു ഡ്രമ്മില് ഫില്ല് ചെയ്യുന്നത്. അതേത് പ്രോപ്പർട്ടിയാന്ന് എഴുതണോ സാർ? അത് എഴുതാൻ പറ്റുമെങ്കിൽ എഴുതിക്കോ, അല്ലെങ്കിൽ അതിന്റെ ആൻസർ മാത്രം കണ്ടുപിടിച്ചോ. നിങ്ങൾ മൾട്ടിപ്ലിക്കേഷൻ കുറച്ച് ഈസി ആയിക്കോട്ടെ. ഓക്കെ, എന്ത് ജസ്റ്റസ്? മിസ്, ആ 10ാമത്തെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുമോ? എനിക്ക് മനസ്സിലായില്ല. 10ാമത്തെ ക്വസ്റ്റ്യൻ, എ ഡ്രം ഓഫ് ഓയിൽ ഹാസ് എ കപ്പാസിറ്റി of 725 liters. Find the quantity of oil in 999 such drums. ഒരു ഡ്രമ്മിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 725 ലിറ്റേഴ്സ് ആണ്. ഓക്കെ, ഹെവൻ എന്താ പറയാനില്ലേ? ഇപ്പൊ ഇൻഡു ചെയ്യുവാണെങ്കിൽ ഇൻഡു അവിടെ എഴുതണോ? ഡയറക്റ്റ് ചെയ്യുമ്പോ ഇൻഡു ചെയ്യുകയാണെങ്കിൽ വേറെ ഒന്നും എഴുതണ്ട. നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോപ്പർട്ടി അവിടെ അപ്ലിക്കബിൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് അവിടെ എഴുതി വെച്ചാൽ മതി കൂടെ. ഇൻഡു ആണെങ്കിൽ ഇപ്പൊ ഇൻഡു എഴുതണ്ടല്ലോ. വേണ്ട, നിങ്ങൾ ആൻസർ കണ്ടുപിടിച്ചാൽ മതി. നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കുമ്പോ ചിലപ്പോ ഇന്ന പ്രോപ്പർട്ടി അവിടെ അപ്ലൈ ചെയ്യാമെന്ന് തോന്നൽ വരില്ലേ? അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അവിടെ എഴുതി വെച്ചു. ഇല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ആൻസർ കണ്ടുപിടിച്ചാൽ മാത്രം മതി. ഓക്കെ, അപ്പൊ എല്ലാരും ഇപ്പൊ തന്നെ ഹോംവർക്ക് ചെയ്യാ. ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ പോവാണേ. എന്താ ജുവാന? ഹോംവർക്ക് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു തരുമോ? പേജ് നമ്പർ 37 10, 11, 12 ക്വസ്റ്റ്യൻ. ഓക്കെ ഓക്കെ, അപ്പൊ ശരി, അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.